ഹായ് ആൾ, ദിസ് ഇസ് അനൂപ് ഹിയർ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് ഒരു ചെറിയ ബിസിനസ് ഫണ്ട്സ് റേസ് ചെയ്തുകൊണ്ട് ഒരു വലിയ കമ്പനിയായി IPO പ്രോസസ്സിലൂടെ ഓഹരി വിപണിയിലേക്ക് കടക്കുക എന്നാണ്. ഇന്ന് മാർച്ച് 22 രാകേഷ് ദമാനിയുടെ ഡിമാർട്ടിന്റെ IPO ഇഷ്യൂ ചെയ്തിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത ദിവസം 299 രൂപയ്ക്ക് കൊടുത്ത ഓഹരി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഓപ്പൺ ചെയ്തത് ഏകദേശം 600 രൂപയ്ക്കും ക്ലോസ് ചെയ്തത് 642 രൂപയ്ക്കുമാണ്. അതായത് 299 രൂപ കൊടുത്ത് ഓഹരിയിൽ നിക്ഷേപിച്ച ആൾക്ക് ഒറ്റ ദിവസം കൊണ്ട് 100%-ലേറെ അധികം റിട്ടേൺ. ഇത് ഞാൻ പറയാൻ കാരണം വേറൊന്നുമല്ല, സാധാരണ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരു ഓഹരി ലിസ്റ്റ് ചെയ്യണ ദിവസം അതിന്റെ ഫൗണ്ടേഴ്സ് ഒരു സ്പീച്ച് കൊടുക്കാറുണ്ട്. പക്ഷെ ഇന്ന് രാകേഷ് ദമാനി ഒരു സ്പീച്ച് കൊടുത്തിട്ടില്ല. കാരണം വേറൊന്നുമല്ല, അദ്ദേഹത്തിന്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ബ്ലോക്ക് ബസ്റ്റർ ലിസ്റ്റിംഗ്, അതായത് ഏകദേശം 100%-ഓളം പ്രീമിയത്തിൽ ലിസ്റ്റിംഗ് വന്നപ്പോൾ ആ ലിസ്റ്റിംഗ് തന്നെയാണ് അദ്ദേഹത്തിന് വേണ്ടി അവിടെ സംസാരിച്ചത്. അദ്ദേഹം ഒന്നും മിണ്ടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് നടക്കുന്നത്, എന്താണ് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നൊക്കെയാണ്. ഇപ്പോൾ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം കടന്നു വരുന്നത് BSE സെൻസെക്സും NSE നിഫ്റ്റിയുമാണ്. പക്ഷെ ഒരു സ്റ്റോക്ക് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നത് ഓഹരിയുമാണ്. ഇതിന് ഒരു ചെറിയൊരു ചരിത്രമുണ്ട്, എങ്ങനെയാണ് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് വന്നതെന്ന്. 1602 കൊല്ലം ആംസ്റ്റർഡാമിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടായിരുന്നു. അവരുടെ മെയിൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ സ്പൈസസ് ആയിരുന്നു. കണ്ടമാനം സ്പൈസസ് യൂറോപ്പിൽ നിന്ന് കപ്പലുകളിൽ കയറ്റിയിട്ട്, കപ്പൽ എന്ന് പറഞ്ഞാൽ ഒന്നും രണ്ടൊന്നും അല്ല, ധാരാളം കപ്പലുകൾ, 10,000 കപ്പലുകളിൽ കയറ്റിക്കൊണ്ട് കുറെ ആളുകളായിട്ട് ഇവര് ഇന്തോനേഷ്യയിലേക്ക് പുറപ്പെടും. എന്നിട്ട് ഇന്തോനേഷ്യയിലാണ് ഈ സ്പൈസസ് ട്രേഡ് ചെയ്യണത്. ഈ സ്പൈസസ് ബിസിനസ്സിന് ഒരു ഹെഫ്റ്റി പ്രോഫിറ്റ് ആണ്, നല്ല എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ആണ് ഇവർക്ക് കിട്ടുക. പക്ഷേ അതേപോലെ തന്നെ നല്ല റിസ്ക്കും ഉണ്ട്. കാരണം ഇത് പല കപ്പലുകളിലാണ് കൊണ്ടുവരുന്നത്. ലോങ് റൂട്ട് പോയിട്ട് വേണം, സീയിലൂടെ ലോങ് റൂട്ട് പോയിട്ടാണ് ഈ സ്പൈസസ് ഇന്തോനേഷ്യയിലേക്ക് എത്തുന്നത്. അതിന് നല്ലൊരു കോസ്റ്റ് ഉണ്ട്, നല്ല റിസ്ക്കും ഉണ്ട്. സൊമാലിയൻസ് ഒക്കെ ഈ റൂട്ടിലുണ്ടാവും. പക്ഷെ ഈ റിസ്ക് കവർ ചെയ്തുകൊണ്ടാണ് ഇതിന്റെ പ്രോഫിറ്റ് വരുന്നത്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹെഫ്റ്റി എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ആണ്, നല്ല ലാർജ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ആണ്. അപ്പോ ഇവർക്ക് ഏറ്റവും വലിയ റിസ്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ കോസ്റ്റ് ആയിരുന്നു. ഈ കോസ്റ്റ് തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചെറിയൊരു പോർഷൻ ഓഹരി അവിടുത്തെ പൊതുജനങ്ങൾക്ക് കൊടുത്തപ്പോൾ അതിന് സ്പൈസസിന് കിട്ടുന്ന റിട്ടേൺ എന്ന് പറഞ്ഞാൽ നല്ലൊരു എമൗണ്ട് ഓഫ് റിട്ടേൺ ആയതുകൊണ്ട് ഈ ഓഹരി അവരറിയാതെ തന്നെ കൈമാറ്റം നടക്കുകയും അന്നാണ് ആംസ്റ്റർഡാമിൽ വെച്ചിട്ട് ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വന്നത്. പിന്നെ ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാൽ ടെക്നോളജി അത്ര അധികം അഡ്വാൻസ് ചെയ്തുകൊണ്ട് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒക്കെ ഇപ്പൊ ഇലക്ട്രോണിക് രൂപമായി. ഇപ്പൊ ആൾക്കാർക്ക് ബൈ ഓർഡർ കൊടുക്കുകയാണെങ്കിലും സെൽ ഓർഡർ കൊടുക്കുകയാണെങ്കിലും അത് ഇലക്ട്രോണിക് ഫോമിലാണ് എക്സ്ചേഞ്ചുകളിലേക്ക് പോകുന്നത്. പണ്ട് കാലത്ത് ഈ ഇന്റർനെറ്റ് ഒന്നും ഇത്ര അധികം വരാത്തൊരു ടൈമില് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ആൾക്കാർ ബ്രോക്കേഴ്സ് പോവുകയും അവര് ഒച്ചയില് സ്റ്റോക്കിന്റെ പേര് വിളിച്ചു പറയുകയും സർട്ടിഫിക്കറ്റ്സ് ആയിരുന്നു എക്സ്ചേഞ്ച് ചെയ്തിരുന്നത്. അപ്പോ എന്താ നടക്കാന്ന് വെച്ചാൽ ക്ലയന്റ് ബ്രോക്കറെ വിളിച്ച് പറയാം, എനിക്ക് ഇന്ന കമ്പനിയുടെ ഇത്ര ഓഹരി വേണം അഥവാ അത് വിൽക്കണം എന്ന് പറയുമ്പോൾ ബ്രോക്കർ ഒച്ചയില് ആ എക്സ്ചേഞ്ച് ഫ്ലോർ എന്ന് പറയാൻ ട്രേഡിംഗ് ഫ്ലോറിൽ ഒച്ചയിൽ വിളിച്ച് പറയും, ഇന്ന കമ്പനിയുടെ ഇത്ര സ്റ്റോക്ക് ഈ വിലയ്ക്ക് വിൽക്കാനുണ്ടെന്ന് പറയുമ്പോൾ അത് കേട്ട വേറെ ആള് അത് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കുകയും ഫിസിക്കൽ ഫോം, അതായത് സ്റ്റോക്ക് സർട്ടിഫിക്കറ്റ്സ് ആയിരുന്നു പണ്ട്, അതിപ്പോ ഡിമാറ്റ് ചെയ്തിട്ട് ഇലക്ട്രോണിക് ഫോമായി. പണ്ട് സ്റ്റോക്ക് സർട്ടിഫിക്കറ്റ് എക്സ്ചേഞ്ച് ചെയ്തിട്ടായിരുന്നു ട്രേഡ് നടക്കാറ്. ഇപ്പോ ടെക്നോളജി എന്ന് പറഞ്ഞാൽ അത്ര അധികം അഡ്വാൻസ്ഡ് ആണ്. ബൈ ഓർഡേഴ്സും സെൽ ഓർഡേഴ്സും കൊടുക്കുന്നത് ഇലക്ട്രോണിക് രൂപങ്ങളിലാണ്. എന്നിട്ട് എക്സ്ചേഞ്ചിന്റെ
അടുത്ത എക്സ്ചേഞ്ച് തന്നെ ആ ബൈ ഓർഡറും സെൽ ഓർഡറും തമ്മിൽ മാച്ച് ചെയ്തിട്ടാണ് ട്രേഡ് നടക്കുന്നത്. പിന്നെ ഒരു കാര്യം നോക്കാനുള്ളത്, ഇപ്പോൾ നമുക്ക് ഇന്ത്യയിൽ 2 എക്സ്ചേഞ്ച് ഉണ്ട്. BSE സെൻസെക്സും ഉണ്ട്, NSE നിഫ്റ്റിയും ഉണ്ട്. അതേപോലെ തന്നെ പല രാജ്യങ്ങളിലും കണ്ടമാനം എക്സ്ചേഞ്ചസും ഉണ്ട്. നമ്മളൊരു ഓർഡർ കൊടുക്കുമ്പോൾ ആ ഓർഡർ നമ്മുടെ ബ്രോക്കർ എക്സ്ചേഞ്ചിലേക്ക് എത്തിക്കുകയും നമ്മൾ കൊടുക്കുന്ന ഓർഡറിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഓപ്പോസിറ്റ് ഓർഡർ ഉണ്ടെങ്കിൽ, അതായത് ഉദാഹരണത്തിന് ഞാൻ ഇൻഫോസിസിന്റെ 100 ഷെയർ 1000 രൂപയ്ക്ക് വാങ്ങിക്കാൻ ഒരു ഓർഡർ ബ്രോക്കർ വഴി എക്സ്ചേഞ്ചിൽ എത്തിക്കുമ്പോൾ വേറൊരാള് 1000 രൂപയ്ക്ക് സെല്ല് ചെയ്യാൻ റെഡിയാണെങ്കിൽ എക്സ്ചേഞ്ച് അത് മാപ്പ് ചെയ്യും. അപ്പോൾ ഒരു ചോദ്യം നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ വരും, ആരാണ് ഈ പ്രൈസസ് സെറ്റ് ചെയ്യാൻ, ആരാണ് ഈ ഇൻഫോസിസിന് 1000 രൂപയാണെന്ന് പറയാം. അത് ഡിസൈഡ് ചെയ്യുന്നത് മാർക്കറ്റ് പ്ലേസ് ആണ്. മാർക്കറ്റ് പ്ലേസിലാണ് ബൈ ഓർഡേഴ്സും സെൽ ഓർഡേഴ്സും വരാം. അപ്പോൾ ഒരു സ്റ്റോക്കിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഒക്കെ വെച്ചിട്ട് ഒരു സ്റ്റോക്കിന് ഒരു ട്രേഡിംഗ് പ്രൈസ് ഉണ്ടാവും. ആ ട്രേഡിംഗ് പ്രൈസിന് ചുറ്റുമായിരിക്കും ഈ ബയേഴ്സും സെല്ലേഴ്സും പ്രൈസ് കോട്ട് ചെയ്യുക. ഒന്നെങ്കിൽ ബയറിന് സെല്ലറിന്റെ പ്രൈസിൽ എഗ്രി ചെയ്യുക, അല്ലെങ്കിൽ സെല്ലറിന് ബയറിന്റെ പ്രൈസിൽ എഗ്രി ചെയ്യുക. ബയേഴ്സ് സെല്ലറിന്റെ പ്രൈസിന് എഗ്രി ചെയ്യുമ്പോൾ സ്റ്റോക്കിന് വില കൂടുകയും സെല്ലേഴ്സ് ബയറിന്റെ പ്രൈസിന് എഗ്രി ചെയ്യുമ്പോൾ സ്റ്റോക്കിന്റെ വില ഇടിയുകയാണ് ചെയ്യുക. അതായത് ആൾക്കാർ ഇപ്പോൾ സെല് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഏത് പ്രൈസിനാണ് ബയർ കോട്ട് ചെയ്യണത് ആ പ്രൈസിന് സെല് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റോക്കിന്റെ വില ഇടുകയും അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് സ്റ്റോക്കിന്റെ വിലയും കൂടുകയും ചെയ്യും. ഇങ്ങനെയാണ് ഒരു സ്റ്റോക്കിന്റെ പ്രൈസിന്റെ വേരിയേഷൻ വരാം. അപ്പോ വേറൊരു സംശയം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വരാവുന്നൊരു സംശയമാണ്, ഇപ്പോൾ എങ്ങനെയാണ് മാർക്കറ്റ് അപ്പാണെന്നും ഡൗൺ ആണെന്നും പറയാം. ഇപ്പോൾ അറിയാം, ഇപ്പോൾ BSE സെൻസെക്സ് അറൌണ്ട് 27,000 പോയിന്റ്സും നിഫ്റ്റി അറൌണ്ട് 9,000 പോയിന്റ്സും കോട്ട് ചെയ്ത ടൈമിൽ ഇന്ന് നിഫ്റ്റി ഒരു 50 പോയിന്റ് കൂടി നിൽക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ മാർക്കറ്റ് പൊതുവെ കൂടി നിൽക്കുക എന്നാണ് പറയാം. ഇതെങ്ങനെയാണ് ബേസ് ചെയ്തിരിക്കുക എന്ന് വെച്ചാൽ, നിഫ്റ്റിയിൽ 50 ഷെയർ ഉണ്ട്, അതേപോലെ തന്നെ BSE സെൻസെക്സിൽ 30 ഷെയർ ഉണ്ട്. ഏറ്റവും അധികം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള ഷെയർസ് ആണ് ഇവ. ഇത് ട്രേഡിംഗ് നടക്കുമ്പോഴാണ് ഇതിന്റെ പ്രൈസിന്റെ വേരിയേഷൻ അനുസരിച്ചിട്ടാണ് BSE സെൻസെക്സും NSE നിഫ്റ്റിയുടെയും വാല്യൂ, അതായത് ഇൻഡെക്സ് പോയിന്റ്സും മാറാം. ഈ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് ഇൻറ്റു മാർക്കറ്റിലുള്ള ആ ഷെയറുകളുടെ എണ്ണം. ഇപ്പോൾ നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് NSE നിഫ്റ്റിയിലുള്ള ഒരു സ്റ്റോക്കാണ് റിലയൻസ്, അതേപോലെ തന്നെ ഇൻഫോസിസ്. ഇതൊക്കെ ഈ റിലയൻസിന്റെ സ്റ്റോക്കിന്റെ വില, അതായത് ഏകദേശം 1300 രൂപ ഇൻറ്റു നമ്പർ ഓഫ് റിലയൻസിന്റെ ഷെയർസ്, അത്രോ വലിയ നമ്പർ ഉണ്ട്. അതാണ് ആ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. അപ്പം ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള 50 കമ്പനി ബേസ് ചെയ്തിട്ട് അതിന്റെ മൂവ്മെന്റ് ബേസ് ചെയ്തിട്ടായിരിക്കും NSE നിഫ്റ്റിയുടെ ഇൻഡെക്സ് പോയിന്റ്സ് വേരി ചെയ്യണതും. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള 30 കമ്പനീസിന്റെ സ്റ്റോക്ക് പ്രൈസിന്റെ വേരിയേഷൻ വെച്ചിട്ടായിരിക്കും BSE സെൻസെക്സ് വേരി ചെയ്യണത്. ഇങ്ങനെയാണ് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സ്റ്റോക്സ് ട്രേഡ് ചെയ്യണത്. ഇത് ഗവൺമെന്റ് ഇത് എന്തിനാണ് ഇംപ്ലിമെന്റ് ചെയ്തതെന്ന് വെച്ചാൽ, പണ്ട് കാലത്ത് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ലിക്വിഡിറ്റി ഫാക്ടർ ഇല്ല. അതായത് ഞാൻ ഒരു കമ്പനിയിൽ ഓഹരിയിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ ഫണ്ട് എപ്പോഴും ബ്ലോക്കാണ്. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓഹരിയിൽ ട്രേഡിംഗ് കൊണ്ടുവന്നത്. ട്രേഡിംഗ് കൊണ്ടുവന്നപ്പോൾ ആദ്യകാലത്ത് ഇത് ട്രേഡിംഗ് ഫ്ലോറിൽ ബ്രോക്കേഴ്സ് പോയി ചെയ്തിരുന്ന ഒരു പ്രോസസ്സായിരുന്നു. അതിപ്പോ ടെക്നോളജി അത്ര അഡ്വാൻസ് ആയതുകൊണ്ട് ഇപ്പൊ എല്ലാവർക്കും ഓൺലൈൻ വഴി ബൈ ഓർഡറും സെൽ ഓർഡറും ബ്രോക്കർ മുഖേന എക്സ്ചേഞ്ചിലേക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഏത് ഓർഡറും ബൈ ഓർഡറും സെൽ ഓർഡറും എക്സ്ചേഞ്ച് അത് മാപ്പ് ചെയ്തിട്ട് ട്രേഡ് നടത്തുകയും ചെയ്യും. ഏകദേശം ഒരു മാസം BSE നിഫ്റ്റിയിലും കൂടി ട്രേഡ് ചെയ്യണ എമൗണ്ട് ഏകദേശം 520 ബില്യൺ റുപ്പീസാണ്. അത്ര അധികം ട്രേഡുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് അതേതായ സമയങ്ങളുണ്ട്. മൺഡേ ടു ഫ്രൈഡേ 9:15 തൊട്ട് 3:30 വരെയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് നടക്കുന്നത്. ഇതൊക്കെയാണ് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ബാക്കിൽ നടക്കുന്ന കാര്യങ്ങൾ.
ഇതിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ ഓഹരികൾ മാത്രമല്ല, ഓപ്ഷൻസും അതേപോലെ തന്നെ ഫ്യൂച്ചർ കോൺട്രാക്ട്സും ബൈയിങ്ങും സെല്ലിങ്ങും നടക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കമന്റ്. ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.